വളരെ മനോഹരമായ ഒരവസരം കൂടി സ്വർഗീയ പിതാവ് നമുക്ക് ദാനമായി തന്നു. ഇന്നും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വഴികൾ ലോകത്തിലാർക്കും മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സസ്പെൻസാണ് പലപ്പോഴും ഈ വഴികൾ. നമ്മളോട് നേരത്തെ പറയത്തൊന്നുമില്ല. ദൈവം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് വളരെ കൃത്യതയോടെ നമ്മുടെ കരങ്ങളിലെത്തും എന്നുള്ളതിന് നമ്മൾ ഇനി ഒരിക്കലും സംശയിക്കാൻ പാടില്ല. കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ച് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമോ? തുടർന്നുള്ള ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി കഴിഞ്ഞ ദിവസം വായിച്ച ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ ഒരു പശ്ചാത്തലവും ചില കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചല്ലോ. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പ്രവാചകനായ എലീശ ആരെങ്കിലും ഓടി വന്നിരുന്നെങ്കിൽ ഒരു അത്ഭുതം ചെയ്യാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ആളല്ല. ഇന്ന് പലയിടത്തും നമുക്കത് കാണാൻ കഴിയുന്നതാണ്. നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്ത് ഏതെല്ലാം നിലകളിൽ ആളെ കൂട്ടാനും അവർ ചെയ്യുന്നതിൻ്റെ മാഹാത്മ്യം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പരിശ്രമിക്കുന്നു. എലീശ അങ്ങനൊന്നും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തിരുവചനം അത് നമ്മെ പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെ തൻ്റെ സ്വാഭാവികമായ സാധാരണ ജീവിതാനുഭവത്തിൽ താനായിരിക്കുമ്പോഴാണ് ഈ സാധുവായ വിധവ അവരുടെ അടുക്കൽ എത്തുന്നത്. പ്രവാചകൻ കാര്യം അന്വേഷിച്ചു, കാര്യമെല്ലാം മനസ്സിലാക്കി. അതിനുശേഷം അവർക്ക് ഉചിതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വീട്ടിൽ ചെന്ന് അയൽ ഭവനങ്ങളിൽ നിന്നെല്ലാം കാലിപാത്രങ്ങൾ ശേഖരിച്ച് അതിനകത്തേക്ക് നിന്റെ കയ്യിലിരിക്കുന്ന ഭരണിയിലെ എണ്ണ പകരുക. അവൾ വീട്ടിൽ ചെന്നു, കതകടച്ച് തൻ്റെ മക്കളോടൊത്ത് ആ മുറിക്കകത്ത് കയറി വെറും പാത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നെല്ലാം നിരത്തി വെച്ച് എണ്ണ അതിനകത്തേക്ക് പകരാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: പാത്രം തീർന്നു. അതായത് എത്ര പാത്രങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നുവോ അത്രയും പാത്രങ്ങളിൽ എണ്ണ പകരപ്പെട്ടു, എണ്ണ നിറഞ്ഞു. അപ്പോൾ തന്നെ ആ ഭരണിയിലെ എണ്ണ നിന്നുപോയി. എണ്ണ തീർന്നു പോയെന്നല്ല, നിന്നുപോയി. നോക്കൂ, അത് തീരുന്ന എണ്ണയല്ല കേട്ടോ. കാരണം അത് ദൈവത്തിൻ്റെ അനുഗ്രഹം അതിനുമേൽ പകരപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്, നിങ്ങളുടെ ജോലി മണ്ഡലങ്ങളൊക്കെ വളരെ ലിമിറ്റഡ്, പരിമിതമായ അനുഭവത്തിലൂടെ ആയിരിക്കും പോകുന്നത്. ഇതൊന്നും കണ്ട് ഭാരപ്പെടേണ്ട. കാര്യം ദൈവമാണ് നിങ്ങൾക്ക് ഈ ചെറിയ ജോലി തന്നതെങ്കിൽ, ദൈവമാണ് ഈ ചെറിയ സ്രോതസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതെങ്കിൽ അത് നിന്നു പോകുന്നതല്ല. അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ വിശാലത ദൈവം കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇവർ എണ്ണ പകർന്നു, പാത്രം തീർന്നപ്പോൾ എണ്ണ നിന്നു. ഇവരിതെല്ലാം ശേഖരിച്ച് കഴിഞ്ഞിട്ട് പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു. പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് സാധാരണ നടക്കുന്ന ഒരു സംഭവമല്ലത്. കാര്യം സാധിക്കുന്ന ആ സമയം വരെ മതി പ്രവാചകനും പ്രാർത്ഥനക്കാരും ഒക്കെ. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടാൽ അറിയത്തുപോലുമില്ല പലരും. അതിപ്പം സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ കാര്യമല്ലേ. അതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ പോലുമില്ല. എനിവേ, ഇവർ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് നമ്മൾ വായിച്ചത്. നീ പോയിട്ട് എണ്ണ വിറ്റ് കടം വീട്ടണം, ബാക്കി വരുന്നത് നീ ഉപജീവിച്ചു കൊള്ളണം, ഉപജീവനം കഴിച്ചു കൊള്ളണം. നോക്കണേ, ഞാൻ ആദ്യത്തെ ദിവസം ഇന്നലെ പറഞ്ഞിരുന്നു, പല ആളുകളുടെയും അടുക്കൽ നമ്മളൊരു പ്രശ്ന പരിഹാരത്തിന് ചെന്നാൽ വളരെ കുറച്ച് അല്ലെങ്കിൽ താൽക്കാലികമായൊരു പരിഹാരം മാത്രമേ ഉണ്ടാവൂ. പിന്നെയും അവരെന്തെങ്കിലുമൊക്കെ നമ്മൾ തിരിച്ചു ചെല്ലാൻ വേണ്ടി പെൻഡിങ് ഇട്ടേക്കുകയും ചെയ്യും. ഇവിടെ പ്രവാചകൻ അവൾ ഇനി ഓടി ഓടി ഇങ്ങോട്ട് വരുവാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കത്തക്കവണ്ണം അവളോട് പറഞ്ഞത്, എണ്ണ നിനക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്, ഒരു ഭാഗം നീ കടം വീട്ടുക, ബാക്കി നീ ഉപജീവനം കഴിച്ചുകൊള്ളുക. നിങ്ങൾക്കും ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ ദൈവാത്മാവിൽ ഒരു ഉറപ്പ് ഞാൻ കൈമാറുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ 2 നിലകളിലാണ് ദൈവത്തിൻ്റെ വിടുതൽ ഈ ദിവസങ്ങളിൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ അർജൻസി മനസ്സിലാക്കി അത് വേഗത്തിലൊരു വിടുതൽ അതിന് ദൈവം കൽപ്പിക്കും. 2, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റാരുടെയും മുമ്പിൽ അവതരിപ്പിക്കുവാൻ ദൈവം ഇടയാക്കാതെ ഈ വിഷയത്തിന് മേൽ ഒരു ശാശ്വത പരിഹാരം ദൈവം വരുത്തിയെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞാൽ
പ്രിയരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത്ഭുതം കാണും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, പ്രിയ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. വിവിധങ്ങളായ സങ്കടകരമായ അനുഭവങ്ങളുമായി അങ്ങയുടെ പാദപീഠത്തിലേക്ക് ചേർന്നിരിക്കുന്നുവല്ലോ. അവിടുന്ന് പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് നന്നായി അറിയുന്ന കർത്താവാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. താൽക്കാലികമായിട്ടും ശാശ്വതമായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ അങ്ങേക്ക് കഴിയും. അങ്ങ് വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അത്ഭുതം പ്രിയരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി അങ്ങ് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രാർത്ഥന അടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം വീണ്ടും മറ്റൊരു ചെറിയ സന്ദേശവുമായി നിങ്ങളെ കാണാം.